ഛേ, രാവിലെ നശിച്ച മഴ. മഴയായതുകൊണ്ട് നോഹൻ ഇന്നിനി പുറത്തേക്ക് നോക്കുക വേണ്ട. ഒന്നുകൂടാ, ഇന്ന് സബാൻ കോഫി ഷോപ്പിൽ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ റെഡി ആവട്ടെ. അപ്പൊ നിന്റെ അന്ധവിശ്വാസമൊക്കെ പോയോ? പോയിട്ടൊന്നുമില്ല, പക്ഷെ അവന്റെ കൂടെ അല്ലേ, എനിക്കൊന്നും സംഭവിക്കില്ല. തേനൊഴിക്കുന്നു, കയറിപ്പോടാ. സബാൻ, നമ്മുടെ കാര്യം ഞാൻ വീട്ടില് ചേട്ടനോട് ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താവോ എന്തോ. നിനക്ക് എന്താണോ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇപ്പോഴേ വീട്ടിലൊന്നും പറയണ്ടെന്ന്. അതിനെന്താ സബാൻ, എന്നായാലും എല്ലാവരും എല്ലാം അറിയേണ്ടതല്ലേ. ലുക്നോ, ഞാനത് പലതവണയും നിന്നോട് പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ എന്തോ പറ്റിയിട്ടില്ല. എനിക്ക് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരെ താല്പര്യമില്ല. എന്തോ ഇൻട്രസ്റ്റ് പോയ പോലെ. സോ ലെറ്റ്സ് എൻഡ് ദിസ്. നീ തമാശ പറയില്ലേ സബാൻ? നീ ഇപ്പൊ 2 ഇയറായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ നിനക്ക് എന്ത് പറ്റി? ഐ എം സീരിയസ് നോ. ഇറ്റ്സ് ബെറ്റർ ടു എൻഡ് ദിസ്. അല്ലാതെ സ്പാർക്ക് ഇല്ലാതെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നിന്റെ ടൈമും കൂടെ വേസ്റ്റ് ചെയ്യാൻ എനിക്ക് തീരെ താല്പര്യമില്ല. നമുക്ക് പഴയ പോലെ നല്ല ഫ്രണ്ട്സ് ആയിരിക്കാം. ഞാൻ ഒന്ന് ഇറങ്ങട്ടെ, എനിക്ക് 11 o'clock ഒരു മീറ്റിംഗ് ഉണ്ട്. താനെന്തിനാ മഴയത്തിരിക്കുന്നേ? എഴുന്നേക്ക്, ഞാൻ ആ ഷോപ്പിന്റെ സൈഡ് വരെ ആക്കി തരാം. അവിടെ നിന്നോ, മഴ കുറഞ്ഞിട്ട് പോക്കോ. ഹലോ, താനെന്താ അനങ്ങാതെ നിൽക്കുന്നേ? എന്താ തനിക്ക് സംസാരിക്കാനാവൂലേ? പോലെ എന്നെ ഒറ്റയ്ക്കാക്കില്ലേ? ഞാനിപ്പോ വന്നല്ലേ ഉള്ളൂ. താനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കായിരുന്നില്ലേ? എന്നെ ഒറ്റയ്ക്കാക്കി പോലെ. താനൊന്ന് കരയാതെ നിൽക്ക്. എനിക്കിപ്പൊ തന്നെ നല്ല ലേറ്റായി. ഇനി ഞാനിപ്പോ ഇവിടുന്ന് ഇറങ്ങിയില്ലേ, ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്ക് നല്ലോണം ലേറ്റ് ആവും. എന്നെ കൊണ്ടുപോകും. എന്നെ മഴയത്തൊറ്റയ്ക്കാക്കല്ലേ. വയ്യടോ തനിക്ക്. ഒന്ന് വിട്ടെ, ഞാൻ പോട്ടെ. എന്നെ കൂടെ കൂട്ടുമോ? ഇത് വലിയ ശല്യായല്ലോ. സഹായിക്കാൻ പോയിട്ട് ഇതിപ്പോ എന്റെ തലയിലായി. ഞാനതിന് എങ്ങോട്ടാന്ന് തനിക്കറിയോ? എങ്ങോട്ടാണേലും വരാ ഞാൻ. എന്തോന്നിത്? ശരി, തനിക്ക് ഓക്കെ ആണെങ്കി വാ. ഞാൻ കാട്ടിലോട്ടാ. വല്ല സിംഹവും കടലും ഒക്കെ പിടിച്ച് തിന്നുമ്പോ മതിയാവും. ഇതിന് പേടിയുമില്ലേ? കർത്താവിത് തലയിലായല്ലോ. വാ കേറും, മഴ നനയണ്ട. നിനക്ക് നല്ല ഐശ്വര്യമാണല്ലോ. നീ വന്ന് കേറിയപ്പോഴേ മമ്മി വിളിക്കുന്നു. ഹലോ മമ്മി. ഞാൻ പൊക്കോണ്ടിരിക്കുക. നീ ഇതുവരെ എത്താനായില്ലേ? നൈറ്റ് ആവുന്നതിന് മുന്നേ അവിടെ എത്താൻ നോക്ക്. അവൻ ഇറങ്ങിക്കോളും. സോളോ ട്രിപ്പ് കുണ്ടെന്നൊക്കെ പറഞ്ഞോണ്ട് മനുഷ്യന് മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാനാവൂല. എന്റെ പൊന്നു മമ്മി ഒന്ന് അടന്ന്. എനിക്കൊന്നുമില്ല, 2-3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. മമ്മി എന്നിങ്ങനെ കൊച്ചാക്കാതെ. കൊച്ചിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, കൊച്ചാണ്ട പ്രായമായി എപ്പോഴും കെട്ടാതെ നടക്കുക. എനിക്ക് എന്തിന്റെ കേടായിരുന്നു എടുത്തിട്ട് കൊടുത്തു. ഒന്ന് കെട്ടിയാലെങ്കിലും അവന്റെ ഊരുതണ്ടലൊന്ന് നിൽക്കുന്നു വിചാരിച്ചിട്ട് അവരിട്ട് അതിന് സമ്മതിക്കുന്നുമില്ല. എന്നെ കെട്ടി അവിടെ ഇടാന്നാണെങ്കിൽ അതിന് വെച്ച വെള്ളം എന്റെ ജിനിമോൾ വാങ്ങി വെച്ചേക്കും. എനിക്കൊന്നും ആഗ്രഹിക്കാൻ പാടില്ലല്ലോ.
മരിക്കുമ്പോഴെങ്കിലും കൊച്ചുമക്കളെ കണ്ടിട്ട് മരിക്കണം എന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എനിക്ക് അതും ഇല്ല. ഓ ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ്. എന്റെ പൊന്നു ജനിമോളെ, ആ വീട്ടിൽ ഒരു പണിയും ഇല്ലേ? ഫോൺ വെച്ചിട്ട് പോയി പണി ചെയ്യാൻ നോക്ക്. ആ, നിനക്കിപ്പോൾ ഞാനൊരു ശല്യമായി. അല്ലെങ്കിൽ കുട്ടികൾ വളർന്നു കഴിഞ്ഞാൽ മാതാപിതാക്കൾ അവർക്കൊരു ശല്യമാണ്. എന്റെ മമ്മിയെ, ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ ഒറ്റയ്ക്കാന്നുള്ള ബോധമൊക്കെ വേണം. സൂക്ഷിച്ചു പോയി വരണം. ഒറ്റയ്ക്കല്ല മമ്മിയെ, ഒരാളും കൂടെ കൂട്ടിനുണ്ട്. സോളോ ട്രിപ്പ് എന്ന് പറഞ്ഞല്ലേ നീ ഇവിടെ നിന്ന് ഇറങ്ങിയത്? ഇതിപ്പോ ആരാ? ആ, അത് വഴിന്ന് വീണ് കിട്ടിയതാ. പിന്നെ എന്നെ വിട്ടു പോകുന്നില്ല. അപ്പൊ പിന്നെ കൂടെ കൂട്ടാന്ന് വിചാരിച്ചു. വല്ല കുരങ്ങോ പൊട്ടിയോ പൂച്ചയൊക്കെ ആയിരിക്കും. നിന്റെ കാര്യത്തിൽ എനിക്ക് അത്രയ്ക്ക് എക്സ്പെക്ടേഷനേ ഉള്ളടാ. കാട്ടിൽ നിന്ന് കിട്ടുന്നതിനല്ലേ നീ എടുത്തോണ്ട് വരാറ്. അവൻ കൂട്ടിക്കൊണ്ടുവന്ന് വീട് ഒരു കാടായി തുടങ്ങി. ആ, ഒരു ക്യൂട്ട് മുയല്. കാണാനൊക്കെ ഒരു ചേലൊക്കെ ഉണ്ട്. ഇനിയിപ്പോ വീട്ടിൽ അതിന്റെ ഉറവൂടെ ഉള്ളൂ. എന്നാ ശരി, ഞാൻ വെക്കുവാ. പപ്പ വിളിക്കുന്നുണ്ട്. നീ വെച്ചേ. ഓക്കെ ലേഡി ബോസ്, അപ്പൊ പോയി വന്നിട്ട് കാണാം. വെച്ചിട്ട് പോടാം. മമ്മിയാണേ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് പുള്ളിക്കാരി വിളി തുടങ്ങും. ഇനിയിപ്പോ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്തേക്കാണ് പോകുന്നതെങ്കിൽ തിരിച്ചു വിളിച്ചാൽ വഴക്ക് ഉറപ്പാ. എന്താണോ താൻ മിണ്ടാതിരിക്കുന്നേ? ബ്രേക്കപ്പിന്റെ ഹാങ് ഓവർ ഇതുവരെ പോയില്ലേ? നോക്കണ്ട, കോഫി ഷോപ്പിൽ നിങ്ങളുടെ ബാക്കിലെ സീറ്റിൽ ഞാൻ ഇരിപ്പുണ്ടായിരുന്നു. അത് എൻ്റെ ഫ്രണ്ടിൻ്റെ കഫേയാണ്. ഞാൻ ആ വഴി പോകുമ്പോൾ അവനെ ഒന്ന് കയറി കണ്ടിട്ട് പോകും. കോളേജ് ടൈമിൽ അവൻ്റെ കോഫിയുടെ വലിയ ഫാനായിരുന്നു ഞാൻ. ഇപ്പോഴും ആണ് കേട്ടോ. താൻ അത് തന്നെ ആലോചിച്ചിരിക്കാണ്ട് മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ നോക്കും. അതൊന്നുമല്ല, ഇങ്ങനെ ഒരു മഴയത്താ എൻ്റെ പേരൻസ് ഒരു ആക്സിഡൻറ്റിൽ മരിക്കുന്നത്. അപ്പോൾ തൊട്ട് മഴ എനിക്കൊരു ശാപം പോലെ. ഇപ്പോൾ എന്തെങ്കിലും ബാഡായിട്ട് എൻ്റെ ലൈഫിൽ നടക്കും. ഓ മൈ ബാഡ്. ഏയ്, അതൊന്നും കുഴപ്പമില്ല. ആ, അതൊക്കെ പോട്ടെ. ഇത്രയും ടൈമായിട്ട് നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് നീ എന്താ ചോദിക്കാത്തത്? എവിടേക്കായാലും കുഴപ്പമില്ല. നീ എന്നെ പിടിച്ച് തിന്നൊന്നുമില്ലല്ലോ. എന്തേലും മോഷ്ടിച്ചോണ്ട് പോകാനാണ്. എൻ്റെ കയ്യിലൊന്നുമില്ല. എന്നെ അവിടെ ഇറക്കി വിട്ടേക്കും. നീ ഇങ്ങനെ ജന്മനാക്കി വിട്ടണോടാ. ഞാനൊരു സോളോ ട്രാവലറാ. നമ്മളിപ്പോൾ പോകുന്നത് ഒരു ഫോറസ്റ്റ് ഏരിയയിലോട്ടാണ്. ഇവിടെ അത്യാവശ്യം ഡേഞ്ചർ സോണൊക്കെയാണ്. നൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ആർക്കും കയറാനാവില്ല. അതാ എനിക്ക് തിരക്കൊണ്ട് ഞാൻ എന്നോട് പറഞ്ഞത്. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ നീ ബോർഡ് ശ്രദ്ധിച്ചില്ലേ, എലിഫന്റ് ക്രോസിംഗ് എന്നൊക്കെ? ഇവിടെ ആനയും കടുവയൊക്കെ ഉണ്ട്. എനിക്ക് പക്ഷേ നേച്ചർ ഭയങ്കര ഹീലിംഗ് ആണ് കേട്ടോ. ഇവിടെ വന്ന് ഒരു ഡീപ്പ് ബ്രീത്ത് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ പകുതി മുക്കാൽ പ്രോബ്ലംസും തീരും. ലോകത്തെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ഏറ്റവും ത്രില്ലിങ്. എല്ലാവരുടെയും കൂടെ ട്രാവൽ ചെയ്യുന്നതൊക്കെ ഓക്കെയാണ്, പക്ഷേ ഒരു തരം അഡ്രിനാലിൻ റഷ് ഒക്കെ പറയില്ലേ, അതെനിക്ക് കിട്ടണമെങ്കിൽ ഇങ്ങനെ സോളോ ട്രിപ്പ് വന്നാലേ കിട്ടുള്ളൂ. ഇത്രയും മഴയത്ത് ഒറ്റയ്ക്ക് ഈ കാട്ടിൽ വരുന്നത് അത്രയും ഡേഞ്ചറസ് ആയിട്ട് വേറൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തനിക്ക് പേടിയൊന്നുമില്ലേ? എന്നായാലും നമ്മളൊക്കെ മരിക്കും. പിന്നെ ഇതിനെ പേടിച്ചിരിക്കുന്നത് കൂടിപ്പോയി ഞാൻ ഈ ട്രാവലിൽ മരിച്ചു. ഒന്നോർക്കും, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാതിരുന്ന ഞാൻ മരിക്കുന്നതിന് തുല്യമാണോ? ശരീരത്തിന് ജീവനുണ്ടാവും, പക്ഷെ മനസ്സെപ്പോഴും മരിച്ചിട്ടുണ്ടാവും. അതിലും ബെറ്റർ ഇഷ്ടമുള്ളത് ചെയ്ത് മരിക്കുന്നതല്ലേ. ആ, എന്റെ വർത്താനത്തിനിടയ്ക്ക് തന്റെ പേര് ചോദിക്കാൻ മറന്നുപോയി. നോഹ, അതാ എൻ്റെ പേര്. ഓ നോഹ. ഫസ്റ്റ് ടൈമാ സോളോ ട്രിപ്പിന് വന്നിട്ട് ഞാൻ ഒരാളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അല്ലെങ്കിൽ ആരൊക്കെ വാശി പിടിച്ചാലും ഞാൻ കൂട്ടാറില്ല. തന്നെ അവിടെ ഒറ്റയ്ക്കാക്കി പോരാൻ തോന്നിയില്ല. ഓക്കെ വാ, സ്ഥലമെത്തി, ഇറങ്ങിക്കോ. എന്താ തുറച്ചു നോക്കണേ? താനല്ലേ ഇവിടേക്കാണെങ്കിലും ഓക്കെയാന്ന് പറഞ്ഞ് വണ്ടി കയറിയത്. ഇപ്പൊ എന്ത് പറ്റി?
അതിപ്പോ ചെറുതായിട്ടൊരു പേടിയുണ്ടോന്നൊരു സംശയം. ഇവിടെ അങ്ങനെ പേടിക്കൊന്നും വേണ്ട. പായോ നടക്ക്. പേടിക്കാതെ പാടോ. താൻ പേടിക്കാതെ പതിയെ കണ്ണൂർ നോക്ക്. എങ്ങനെ കൊള്ളാവോ? ഇതൊക്കെ കാണാതെ മരിച്ചിട്ട് എന്താ കാര്യം? പതിയെ പോരെ. അവിടെ ഒരു മരത്തിലോ ഒരു ട്രീ ഹൗസ് ഉണ്ട്, അവിടെ നമുക്ക് എത്തണം. നിക്ക്, താഴ്ന്ന് കണ്ണടച്ചേ. ഒരു മിനിറ്റ്, നിന്റെ കൈ നീട്ട്. ഇനി കാണും തുറന്നോ. ഹായ്. ഞാനൊരിക്കൽ പണ്ട് ഒരു ദിവസം ഈവനിങ് നടക്കാൻ പോയി. അപ്പോൾ ഇങ്ങനെ ഒന്നിനെ കണ്ടു. എന്നിട്ട് ഞാൻ കയ്യിൽ പിടിച്ചു വെച്ചു. എന്നിട്ട് ഒരു രാത്രിയായപ്പോൾ ഞാനതെൻ്റെ കയ്യിൽ നിന്ന് വിട്ടു. പക്ഷെ അപ്പോഴത്തേക്ക് അതിന് വയ്യാതെയായി. അതിൻ്റെ വെട്ടമൊക്കെ പോയി. നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണെങ്കിൽ നമ്മൾ പിടിച്ചു വെക്കരുത്, പറത്തി വിട്ടേക്കണം. നമുക്കുള്ളതാണേ അത് നമ്മുടെ അടുത്തേക്ക് തന്നെ വരും. അതിനോട് വിട്ടേക്ക്. താൻ വാ. തനിക്ക് കരയാൻ തോന്നുന്നുണ്ടെങ്കിൽ കരഞ്ഞു. ഇതിലും ബെസ്റ്റ് പ്ലേസ് കരയാൻ ലോകത്ത് വേറെ എവിടെയും കിട്ടില്ല. ഒന്ന് വേഗം കേറി പാടോ. ഇനി ഇതിൻ്റെ മണ്ടയ്ക്ക് വരിഞ്ഞു തരണോ? എന്നെ കൊണ്ടാവില്ല. കൈതാ വാ, കേറ്. വാ, അടിപൊളി വ്യൂ. നോക്കാം, താഴേക്ക് കാണാൻ എന്ത് രസമാണ്. തനിക്ക് റെസ്റ്റ് എടുക്കണമെങ്കിൽ റെസ്റ്റ് എടുത്തോ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും കിടക്കും. ബെഡൊന്നല്ലേ ഉള്ളൂ? അല്ല, നിനക്ക് ഈ കാട്ടിൽ ഞാൻ 5-6 ബെഡായിട്ട് ഒരു കൊട്ടാരം ഉണ്ടാക്കി തരാം. ഇത് തന്നെ കിട്ടിയത് വലിയ ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി. താങ്ക് യു. എനിക്കിപ്പോൾ മനസ്സിൽ തന്നെ സമാധാനം തോന്നുന്നു. ഓ, തന്റെ താങ്ക് യു കിട്ടിയിട്ട് വേണമായിരിക്കും എനിക്ക് ഈ മാസത്തെ വീട്ടിലെ കറണ്ട് ബില്ല് അടയ്ക്കാൻ. പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. തന്നെ എവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്നോ അവിടേക്ക് ഞാൻ നാളെ രാവിലെ കൊണ്ടാക്കും. അതിന് താൻ വീട്ടിലല്ലല്ലോ, കാട്ടിലല്ലേ താമസിക്കുന്നത്? അപ്പൊ ഇതിനെ വാതുർന്ന് സംസാരിക്കാനൊക്കെ അറിയാം. ഞാൻ കൂട്ടിക്കൊണ്ട് വരുമ്പോ എന്തൊരു പാവമായിരുന്നു, ഒരു ക്യൂട്ട് മുയലും കുഞ്ഞ്. ഇത് ഡബിൾ ബണ്ണി ആയല്ലോ. ഡബിൾ ബണ്ണി നിങ്ങളുടെ മറ്റവളും. ഞാൻ നിങ്ങളെ ഇപ്പോൾ താഴേക്ക് തള്ളിയിടും, നോക്കും. അതിന് തനിയെ തിരിച്ചു പോകാൻ എന്റെ മോന് വഴി വല്ലതും അറിയോ? ഞാനെങ്ങാനും ഇവിടുന്ന് ചത്തുപോയ ജീവിതകാലം മുഴുവൻ നീ കാട്ടി ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് അടങ്ങി കിടക്കാൻ നോക്കും. കോട്ടുകൊടുവേ. എന്തോ എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ കേട്ടില്ല. ഒന്നുമില്ല, ഉറക്കം വരുന്നു എന്ന് പറഞ്ഞതാ. അതാ നിനക്ക് നല്ലത്. അപ്പൊ ശരി, ബൈ. ഭൂമി വരേണ്ടതല്ലേ, എവിടെയെങ്കിലൊക്കെ വെച്ച് കാണാം. ബൈ. ജർച്ചായോ, സുഖാണോ? വന്നോ മാവേലി? ചൂടായിട്ട് ഒരു കോഫി പോരട്ടെ. കോഫിയൊക്കെ എവിടെ നിൽക്കട്ടെ. കഴിഞ്ഞ 1 year ആയിട്ട് മോൻ എവിടെയായിരുന്നു? ഫോണിൽ വിളിച്ചാൽ റേഞ്ചും ഉണ്ടാവില്ല. എത്ര തവണ ഞാൻ നിന്നെ വിളിച്ചതെന്നറിയോ? ഈ ഒരു 1 year ആയിട്ട് നിന്നെ ഇവിടെ മുടങ്ങാതെ വന്ന ഒരാൾ അന്വേഷിക്കുന്നുണ്ട്. എടാ കുരുത്തം കെട്ടവനെ, നീ എന്നതാണ് ഒപ്പിച്ച് വെച്ചേക്കുന്നത്? എന്താന്ന് വെച്ചിട്ട് ആ കൊച്ചിട്ട് കാര്യം പറയുന്നുമില്ല. അതാരത്? ഞാൻ അറിയാത്ത ഒരാള്.
അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ പോരെ. ഓ, വിളിച്ചാ കിട്ടുന്ന ഒരാളെ ആരാണെന്നറിയില്ല. ഞാനും ഇതുവരെ നിന്റെ കൂടെ ഒന്നും കണ്ടിട്ടില്ല. നമ്മുടെ കൂടെ കോളേജിൽ ഉണ്ടായിരുന്ന ആളല്ല. ഇന്നും രാവിലെ നിന്നെ അന്വേഷിച്ചു വന്നു. ഇതോ അവിടെ നിൽപ്പുണ്ട്, പോയിട്ടില്ല. ഇന്ന് ഞാൻ ഷോപ്പ് തുറക്കുന്നതിന് മുമ്പ് ആള് ഇവിടെ പ്രസന്റ് ആയിരിക്കും. നിന്നെ വിളിച്ചോ, നിന്നെ വിളിച്ചിട്ട് കിട്ടിയോ, അതെങ്ങനെയാ നിന്റെ അമ്മയ്ക്ക് പോലും അറിയത്തില്ല നീ എവിടെയാന്ന്. ആ, മമ്മിയോട് പറഞ്ഞിട്ട് വേണം മമ്മി എന്ന് ടെൻഷൻ അടിക്കാൻ. ഓ, അറിയാത്തപ്പോ പിന്നെ തീരെ ടെൻഷൻ ഇല്ലല്ലോ. നീ അങ്ങോട്ട് ചെല്ല്, ഞാൻ കോഫി കൊണ്ടുവരാം. ഓക്കെ സാർ. ദോ അതൊക്കെ മഞ്ഞക്കൂടെയാ നിന്നെ അന്വേഷിച്ചു വന്ന ആള്. നീ അങ്ങോട്ട് ചെല്ല്, അപ്പോഴത്തേക്ക് ഞാൻ കോഫി ആയിട്ടങ്ങ് വരാം. എക്സ്ക്യൂസ് മീ. എടോ ഡബിൾ മണി താനായിരുന്നോ? ഞാൻ വിചാരിച്ചു ഇതിപ്പോ ആരാന്ന്. അല്ല, എന്തൊക്കെയുണ്ട് വിശേഷം? ഇയാൾക്ക് വൈഫുണ്ടോ? ആ, വൈഫോ? ഇല്ല. ഗേൾ ഫ്രണ്ടോ? അതുണ്ടോ? ഇല്ലല്ലോ. നീയോ എന്റെ അമ്മയെ പോലെ തുടങ്ങിയോ? ബോയ് ഫ്രണ്ടോ? അതുണ്ടോ? ശേ, ഇല്ലാന്ന്. ഞാൻ കമ്മിറ്റഡ് അല്ല. ഓക്കെ ഗുഡ്. സോളോ ട്രിപ്പ് പോകുമ്പോൾ ആരെങ്കിലും കൂടെ കൂട്ടാറുണ്ടോ? ആരെങ്കിലും സോളോ ട്രിപ്പിന് ആൾക്കാരെയും കൂട്ടിയിട്ട് പോകുമോ? എങ്കിൽ ഇനി തൊട്ട് ഒരാളെ കൂടെ കൂട്ടാൻ റെഡി ആയിരിക്കും. ആ, മനസ്സിലായില്ല. ഇനി സോളോ തന്നെ വേണ്ടാന്ന്, എന്നെ കൂടെ കൂടിയിട്ടുള്ള ട്രിപ്പൊക്കെ മതി ഇയാൾക്ക്. Is that a proposal? തന്റെ തലയിൽ എന്താ കളിമണ്ണാണോ? ഓ, അപ്പൊ എന്നെ കിട്ടിയിടാനുള്ള പ്ലാൻ ആണല്ലേ? തന്നെ കെട്ടിയിടുമൊന്നുമില്ല, പുറത്ത് കിട്ടണം. പക്ഷെ കൂടെ ഞാനും ഉണ്ടാവുന്നേ ഉള്ളൂ. യെസ് ഓർ നോ? ഞാൻ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരിക്കുന്നത് തനിയെ ട്രാവൽ ചെയ്യുമ്പോഴാണ്. പക്ഷെ അന്ന് തൻ്റെ പ്രസൻസ് എന്നെ കുറച്ചുകൂടെ ഹാപ്പി ആക്കി. പിന്നെ അങ്ങോട്ടുള്ള ട്രാവലിൽ എന്തോ ഒരു മിസ്സിങ് പോലെ എനിക്ക് തോന്നി. ഈ ലൈഫിലെ ജേണിയിലും താൻ എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ അത് എൻജോയ് ചെയ്യും. സോ ഇറ്റ്സ് എ യെസ്. ഹലോ ജിനി മമ്മി, നിങ്ങൾ എവിടെ പോയി കിടക്കുമായിരുന്നു? മമ്മി കെട്ടിയിടാൻ നോക്കിയത് ഇപ്പൊ പറന്നു പോവാനാ ചാൻസ്. നീ എന്നതൊക്കെയാടാ ഈ പറയുന്നേ? നീ അങ്ങോട്ട് തെളിച്ച് പറ. മമ്മി, ജാക്ക് കല്യാണം കഴിച്ച വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നതിന് നമ്മളൊക്കെ വിചാരിച്ചേ. ഇതിപ്പം ചക്കിക്കൊത്ത ചങ്കരം പോലെയാ കാര്യങ്ങളൊക്കെ. അവൻ കെട്ടാൻ തീരുമാനിച്ചോ? മതി, എനിക്കത് മതി. എന്റെ അന്തോണി സുണ്ണിയാളാ ഞാൻ മെഴുകുതി കെട്ടിച്ചേക്കാൻ നിനക്ക്. അപ്പൊ അവൻ പോകുന്നത് നിനക്ക് പ്രശ്നമല്ലേ? ഓ, അവനല്ലേലും അങ്ങനത്തെ ഒന്നിനെ കെട്ടുമെന്ന് എനിക്കറിയായിരുന്നു. അടങ്ങിയിരിക്കുന്ന സ്വഭാവമൊന്നും പണ്ടേ അവനില്ല. ഡാടാ കുരുട്ടെ, എല്ലാം വിളിച്ച് നേരെ കേന്ദ്രത്തിലോട്ട് അപ്പൊ തന്നെ അറിയിക്കണം കേട്ടോ. എന്റെ ജാക്കി, നിനക്ക് ഈ കാട് കയറലും എടുക്കുക, ഈ ലൈൻ എടുക്കാനും വളയ്ക്കാനും ഒക്കെ എവിടെ നടാ സമയം? I found a love for me. Well, darling, just dive right in and follow my lead. Well, I found a girl, beautiful and sweet. Well, I never knew you were the someone waiting for me.